ഏതൊരു കസ്റ്റമറുടെയും മൈൻഡിൽ തോന്നുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്, എന്തിനാണ് എനിക്കിതിനകത്തൊരു ഡീറ്റെയിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട്, എനിക്കിതിൻ്റെ ഒരു ബിൽഡിംഗ് പ്ലാൻ വരച്ചാൽ പോരെ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ കൊണ്ട് സാങ്ഷൻ എടുത്താൽ പോരെ. വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഒരു ലേമാൻ രീതിയിൽ നോക്കുമ്പം അതിൽ കഴിഞ്ഞൊരു ചിന്താഗതി ഒരിക്കലും ഇന്നത്തെ കേരളത്തിൽ കൺസ്ട്രക്ഷൻ നടത്തുന്ന സമൂഹത്തിൽ ഇങ്ങനെ ഒരു DPR പോലുള്ള ഒരു തോട്ട് പ്രോസസ്സ് വളരെ റയറായിട്ട് മാത്രമേ നടക്കുന്നുള്ളൂ. ഏറ്റവും പ്രൈം ലൊക്കേഷൻസിൽ വെറുതെ അടഞ്ഞു കിടക്കുന്ന കുറേയേറെ പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും. വലിയ ഇനാഗുറേഷനോട് കൂടിയും അല്ലെങ്കിൽ വലിയ പ്ലാനോട് കൂടിയൊക്കെ തുടങ്ങി പല പ്രോജക്റ്റുകളും ഡെഡായി കിടക്കുന്ന കാണാൻ പറ്റും. പല ആൾക്കാരുടെയും ഹാർഡ് ആൻഡ് ഏൺ മണിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 1 രൂപ പോലും റിട്ടേൺ കിട്ടാതെ കിടക്കുന്ന എത്രയോ പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അവിടെയാണ് DPRൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം ഒരു പ്രോജക്റ്റ് അവിടെ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ തുടങ്ങുന്നതിന് മുമ്പ് ഇതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുക. ഈ ബിൽഡിങ്ങിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് മറ്റൊരാളിലേക്ക് എത്തുള്ളൂ, റീച്ച് ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഈ ഡീറ്റെയിൽ പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടെ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് വരേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് ആൾക്കാർക്കാണ് നമ്മൾ അത് റെൻ്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിന് എത്ര ആൾക്കാർക്ക് പ്രയോജനപ്രദമാണ്, ഇവിടെ ബിസിനസ് വന്നു കഴിഞ്ഞാൽ പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടീസ് ബിൽട്ടപ്പ് ചെയ്താൽ മാത്രമേ അതൊരു വാല്യൂ ഉള്ള ഒരു ബിൽഡിംഗ് ആയിട്ട് മാറുകയുള്ളൂ.